പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നോക്കുന്നത് കൃഷി ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മണ്ണിനെ കുറിച്ചാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണ് എത്തരത്തിലുള്ളതാണെന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾക്ക് അറിവുണ്ടായിരിക്കും. പഴമക്കാർ പറയുന്നത് പോലെ മണ്ണറിഞ്ഞ് വിള ചെയ്യുക, വിളയിറഞ്ഞ് വളം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കൃഷിയിലെ പ്രാഥമികമായ ധർമ്മം എന്ന് പറയുന്നത് മണ്ണിനെ മനസ്സിലാക്കുക, നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മണ്ണിനെ മനസ്സിലാക്കാനുള്ള പ്രധാനമായ രീതി എന്ന് പറയുന്നത് മണ്ണ് പരിശോധിക്കുക എന്നുള്ളതാണ്. മണ്ണ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലും ഇന്ന് ലഭ്യമാണ്. കൃഷിഭവനുകളിൽ മണ്ണ് നേരിട്ട് പരിശോധിക്കുന്നില്ല എങ്കിലും മണ്ണ് കൃഷി വകുപ്പിന്റെ ജില്ലാതലത്തിലുള്ള ലാബുകളിൽ അയച്ച് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് യഥാസമയം നമുക്ക് നൽകുന്നതാണ്. മണ്ണ് പരിശോധിക്കുന്നത് കൃഷിഭവനാണെങ്കിലും മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ച് നൽകേണ്ടത് കൃഷിക്കാരന്റെ ചുമതലയാണ്. തങ്ങൾ എവിടെ നിന്നാണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ നിന്നും ശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് ശേഖരിക്കേണ്ടതുണ്ട്. മണ്ണ് ശേഖരിക്കുന്നത് കൃത്യതയോടെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പരിശോധനാ ഫലവും കൃത്യതയായിരിക്കില്ല. കൃത്യതയല്ലാത്ത ഒരു പരിശോധനാ ഫലം വെച്ച് നമ്മൾ വിള ഇറക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ പോരായ്മകൾ സംഭവിക്കാം. ആരോഗ്യമുള്ള ചെടി ആരോഗ്യത്തോടെ വളരണമെങ്കിൽ ആരോഗ്യമുള്ള രീതിയിൽ നമ്മൾ കാർഷിക മുറകൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി മണ്ണ് ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ശേഖരിക്കണം. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് മണ്ണ് ശേഖരിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നതിനുള്ള സ്ഥലം നമ്മൾ കൃഷിഭൂമിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം. അതിൻ്റെ മേൽഭാഗം എല്ലാം നല്ലോണം വൃത്തിയാക്കണം. മേൽമണ്ണിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടത്. മേൽമണ്ണിലാണ് അതിൻ്റെ വളാംശം അല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്. മേൽമണ്ണ് ഇതുപോലെ മമ്മട്ടി ഉപയോഗിച്ച് വി ഷേപ്പിൽ കട്ട് ചെയ്യണം. രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ വി ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഒരു മൺമട്ടി താഴ്ചയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ വി ഷേപ്പിൽ ഒരു കുഴി ഉണ്ടാക്കിയെടുക്കണം. 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 10 മുതൽ 15 സാമ്പിൾ വരെയെങ്കിലും ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ വി ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും മണ്ണ് ഇതുപോലെ മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ, കുഴിയുടെ അടിഭാഗം വരെ കിട്ടത്തക്കവണ്ണം നമ്മൾ മണ്ണിനെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത ശേഷം ഒരു പേപ്പറിൽ ഇതുപോലെ ആ കുഴിയിൽ നിന്ന് മണ്ണ് കോരിയെടുക്കുക. എത്ര സ്ഥലത്ത് നമ്മൾ ഇതുപോലെ സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി കുഴി എടുത്തിട്ടുണ്ടോ അത്രയും സ്ഥലത്ത് നിന്നും ഇതുപോലെ മണ്ണ് ശേഖരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന മണ്ണ് നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് അത് നനവുണ്ടെങ്കിൽ തണലത്തിട്ട് ഉണക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉണക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ഇടഞ്ഞ് ആ കല്ലും അതുപോലെ തന്നെ ചെടികളുടെ വേരുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളയണം. എത്ര സ്ഥലത്തു നിന്ന് മണ്ണ് നമ്മൾ എടുത്തോ അത്രയും സാമ്പിളുകളും മിക്സ് ചെയ്തിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. അതിനുശേഷം ഒരു പേപ്പറിനകത്തിട്ട് നമ്മൾ മണ്ണ് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് നിരത്തുക. ഒരു സ്ക്വയർ ഷേപ്പിൽ നിരത്തിയെടുക്കണം. ഇങ്ങനെ നിരത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തടയുന്ന കല്ലുകളും കട്ടകളും ഒക്കെ ദൂരേക്ക് കളയുക. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നിരത്തുക. നിരത്തിയ ശേഷം അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിന് കാണിക്കുന്ന പോലെ 4ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. 4ആയിട്ട് ഭാഗിച്ച ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന 2 ഭാഗങ്ങൾ നീക്കം ചെയ്യുക ഇതുപോലെ. അതിനുശേഷം ബാക്കിയുള്ള 2 ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. മണ്ണിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ 500 ഗ്രാം വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം. വീണ്ടും നിരത്തുക. നിരത്തിയതിന് ശേഷം ഇതുപോലെ ലൈൻ വരയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗങ്ങൾ കളയുക. ബാക്കി വരുന്ന ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ 500 ഗ്രാം മണ്ണ് നിറയ്ക്കുക. അതിനകത്ത് നമ്മുടെ പേരും വിലാസവും അതുപോലെ തന്നെ ചെയ്യുന്ന കൃഷിയും എത്ര സ്ഥലത്ത് നിന്നാണ് മണ്ണെടുത്തത് എന്നുള്ള വിവരങ്ങളും എല്ലാം കൂടി ഒരു വെള്ള പേപ്പറിൽ എഴുതി പെൻസിൽ കൊണ്ട് എഴുതി ഈ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കെട്ടി കൃഷിഭവനിൽ പരിശോധനയ്ക്കായി കൊടുക്കുക. മണ്ണ് പരിശോധന ഫലം കിട്ടിക്കഴിഞ്ഞാൽ മണ്ണിനെ അതനുസരിച്ച് എങ്ങനെ പരിപോഷിപ്പിക്കണം എന്നുള്ളതും മണ്ണ് പരിശോധനാ ഫലം അനുസരിച്ച് ഓരോ വിളകൾക്കും വളം എങ്ങനെ കണക്കാക്കണം എന്നുള്ളതും അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക.